നമസ്കാരം, STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഗ്രാമീണ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സേവന ദാതാവായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് മാറുന്നത് ഗുണകരമെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PN ശ്രീധരൻപിള്ള. രാജ്യത്തെ മാറ്റം ശരിയായ വിധത്തിൽ വീക്ഷിക്കാൻ കഴിയാത്തവരാണ് മോദി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും ശ്രീധരൻപിള്ള. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കണ്ട് പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന സമൂഹം ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്ന് കഥാകൃത്ത് വൈശാഖൻ. ശരിയായ ബോധത്തിലേക്ക് മലിമസ ചിന്തകൾ എങ്ങനെ തള്ളിക്കയറുന്നുവെന്ന് ചിന്തിക്കണമെന്നും വൈശാഖൻ. ലൈബ്രറിയൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. വായനയാണ് ലഹരി എന്ന ആശയപ്രചരണത്തിനായി സൗഹൃദം തിയേറ്റർ അവതരിപ്പിച്ച വായിച്ചു വളരുക എന്ന നാടകത്തിന് സംസ്ഥാന തലത്തിൽ അവതരണത്തിന് അവസരം. രാസലഹരിക്കെതിരെയുള്ള സർക്കാർ നടപടിക്ക് പിന്തുണ നൽകുന്ന നാടകത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ശംസുദ്ദീൻ കൂടി ഭാഗമായതോടെയാണ് നാടകത്തിന് സംസ്ഥാന തലത്തിലും അവതരണ അവസരങ്ങൾ തേടിയെത്തിയത്. സംസ്ഥാന പാതയിൽ മങ്കര ചൗറ്റ്ലത്തോട് ഭാഗത്തെ പാതയോരത്തെ തണൽമരം പൂർണ്ണമായും മുറിച്ചുമാറ്റിയ നടപടികൾ പ്രതിഷേധിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല. അപകട ഭീഷണി ഇല്ലാതിരുന്നിട്ടും പാതയോരത്ത് നിൽക്കുന്ന കൂറ്റൻ തണൽമരത്തിനാണ് അധികാരികളുടെ ഒത്താശയോടുകൂടി കോടാലി വീണതെന്നും പരിസ്ഥിതി പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. ഗ്രാമീണ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സേവനദാതാവായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് മാറുന്നത് ഗുണകരമാണെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞു. രാജ്യത്തെ മാറ്റം ശരിയായ വിധത്തിൽ വീക്ഷിക്കാൻ കഴിയാത്തവരാണ് മോദി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ പാലക്കാട് സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി ഭരണത്തിൽ നടക്കുന്ന കുതിപ്പുകളെ തകർക്കാനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ചയെ സർക്കാർ ന്യായീകരിച്ചിട്ടില്ല. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയെ എതിർക്കുന്നവർ കേരളത്തിലെ PSC ചോർച്ചകൾക്കെതിരെയും കണ്ടടക്കുകയാണ്. ഇവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് പിന്തുണ നൽകലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിലൂടെ ചെയ്യുന്നത്. രാജ്യം ലോകത്തിലെ വൻ ശക്തിയായി മാറിയത് മോദി ഭരണത്തിൽ കീഴിലാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. പക്ഷെ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ ഭരണഘടനയുടെ ലാസ്റ്റ് ഒരു വകുപ്പുണ്ട്, 395 ലാസ്റ്റ്. ആരും വായിക്കുന്നതല്ല, കാരണം അത് ആനുകാലികമായ കോടതി മുറികളിലോ ഭരണഘടനയിൽ പറയുന്നത് പ്രസക്തമല്ല. പക്ഷെ ഞാൻ കരുതുന്നു അത് പ്രസക്തമാണ്. ആ 395 അനുച്ഛേദം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം അത് റിപ്പീറ്റ് പ്രൊവിഷൻ റദ്ദ് ചെയ്യുന്ന വകുപ്പാണ്. സർക്കിൾ കൺവീനർ U കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സദേൺ റീജിയണൽ കൺവീനർ SS സജിത്, G പ്രശാന്ത്, S രാജേന്ദ്രപ്രസാദ്, C രമേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കണ്ട് പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന സമൂഹം ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്ന് കഥാകൃത്ത് വൈശാഖൻ. ശരിയായ ബോധത്തിലേക്ക് മലിമസ ചിന്തകൾ എങ്ങനെ തള്ളിക്കയറുന്നുവെന്ന് ചിന്തിക്കണമെന്നും വൈശാഖൻ പറഞ്ഞു. പാലക്കാട് ലൈബ്രറിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള വഴികൾ തേടുന്നത് മൂല്യബോധങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ്. ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ നേരിടണമെന്നതാണ് ഇന്ദർ മന്ദറിൽ കണ്ടത്. അതൊരു രാഷ്ട്രത്തിന്റെ വിജയമാണ്. നീതിയുടെ പക്ഷത്ത് നിൽക്കുവാനും നിലപാട് സ്വീകരിക്കാനും അറിവ് ആവശ്യമാണ്. നമ്മളറിയാതെ നമ്മളിലേക്ക് വിനാശവിത്തുകൾ മുളപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിനൊക്കെ എതിരായി പ്രതികരിക്കാൻ മനസ്സുള്ള സമൂഹമാണ് ഇന്നിന്റെ ആവശ്യമെന്നും വൈശാഖൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ സാംസ്കാരികമായി വലിയ ആക്രമണങ്ങൾ, വലിയ തുരങ്കപാതകൾ സൃഷ്ടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വായന ഉത്പാദനമാണെന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് വായന ഉത്പാദനം. അതായത് രാമായണം ചെയ്യുന്നതിന് മുമ്പ് 100 കുട്ടികൾ രാമായണം കണ്ടാൽ 100 സീതമാരെ ഉത്പാദിപ്പിക്കുക ചെയ്യണം. നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റ് ഒക്കെ വരാൻ കാരണം ഇമാജിനറി റിയാലിറ്റിയാണ്. അതായത് ഞാൻ പറഞ്ഞ സാങ്കല്പിക യാഥാർത്ഥ്യം. 1935 ആർതർ C ക്ലാർക്ക് എന്ന് പറയുന്ന ശാസ്ത്ര കഥാകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറയുന്ന ആശയമാണ് ഈ ഭൂസ്ഥിര ഉപഗ്രഹം. E അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. M സ്വരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു, P അപ്പുകുട്ടൻ, K ജയപാലൻ, K മോഹൻദാസ്, TC രാധ, K അജില, UK ശിവകുമാരി, K ജയപാൽ, B വിജയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
വായനയാണ് ലഹരി എന്ന ആശയ പ്രചരണത്തിനായി സൗഹൃദം തിയേറ്റർ അവതരിപ്പിച്ച വായിച്ചു വളരുക എന്ന നാടകത്തിന് സംസ്ഥാന തലത്തിൽ അവതരണത്തിന് അവസരമായി. രാസലഹരിക്കെതിരെയുള്ള സർക്കാർ നടപടിക്ക് പിന്തുണ നൽകുന്ന നാടകത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ കൂടി ഭാഗമായതോടെയാണ് നാടകത്തിന് സംസ്ഥാന തലത്തിലും അവതരണ അവസരങ്ങൾ തേടിയെത്തിയത്. പാലക്കാട് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. സൗഹൃദം ദേശീയവേദി പ്രസിഡന്റ് PV സഹദേവനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. രാസലഹരി കുടുംബത്തിനും നാടിനും നൽകുന്ന വിനയും വിനാശവും തുറന്നു കാണിക്കുന്നതാണ് നാടകത്തിന്റെ പ്രമേയം. അനീതികളെ ചെറുക്കാനും നീതിബോധത്തിനുമായി വായന ലഹരിയാക്കണമെന്നും നാടകം ആവശ്യപ്പെടുന്നു. ഇരുട്ടുകളകറ്റാൻ അക്ഷര വെളിച്ചത്തിന്റെ നേര് പറയുന്ന വായിച്ചു വളരുക എന്ന നാടകം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ PN പണിക്കർക്കുള്ള സ്മരണാഞ്ജലി കൂടിയാണ്. ദേശീയ വായനാ ദിനാമാസാചരണത്തിന്റെ ഭാഗമായി നെന്മാറ ഗംഗോത്രി വിദ്യാലയത്തിനായിരുന്നു നാടകത്തിന്റെ ആദ്യ അവതരണം. മികച്ച ജനകീയ അഭിപ്രായത്തെ തുടർന്ന് കോട്ടയപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലും അവതരിപ്പിച്ചു. ഇവിടെ വെച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയും നാടകത്തിന്റെ ഭാഗമായത്. നാടകത്തിന്റെ ആരംഭത്തിൽ തന്നെ കാഴ്ചക്കാരനായിരുന്ന മന്ത്രി അവസാന രംഗത്തിലെ നവസാക്ഷരൻ രായപ്പൻ എന്ന കഥാപാത്രം സമൂഹത്തിനായി ചൊല്ലുന്ന പ്രതിജ്ഞയിലൂടെ കഥാപാത്രമായി മന്ത്രി തന്നെ രംഗത്തെത്തി. വായന എന്ന നന്മയിലൂടെ ലഹരി എന്ന തിന്മയ്ക്കായി പോരാടുന്ന PN പണിക്കരുടെ വാചകങ്ങളായിരുന്നു പ്രതിജ്ഞ. നാടകത്തിന്റെ അന്തസത്ത മന്ത്രിയും ഉൾക്കൊണ്ടതോടെയാണ് നാടകത്തിന് സംസ്ഥാനതല അവതരണാനുമതി ലഭിച്ചത്. നാടക അവതരണത്തിന് PN പണിക്കർ ഫൗണ്ടേഷൻ, കേന്ദ്ര കേരള വിദ്യാഭ്യാസ വകുപ്പുകൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, പൊതുജനസമ്പർക്ക വകുപ്പ് എന്നിവയുടെ സഹകരണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന പാതയിൽ മങ്കര ചവിട്ടിലത്തോട് ഭാഗത്തെ പാതയോരത്തെ തണൽമരം പൂർണ്ണമായും മുറിച്ചുമാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യച്ചങ്ങല തീർത്തു. അപകട ഭീഷണി ഇല്ലാത്ത പാതയോരത്ത് നിൽക്കുന്ന കൂറ്റൻ തണൽ മരങ്ങളാണ് അധികാരികളുടെ ഒത്താശയോടെ കോടാലി വീണതെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു. മരച്ചില്ലുകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്ന നടപടിക്കെതിരെയാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധം നടത്തിയത്. ബന്ധപ്പെട്ടവർ മരമുറിയുമായി മുന്നോട്ടു പോകാനാണ് ഭാവമെങ്കിൽ നിയമ നടപടികളുമായി പോകുമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ കല്ലൂർ ബാലന്റെ മകൻ രതീഷ് ബാലൻ മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അത് നമ്മൾ തടയാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു, എന്നിട്ട് വീണ്ടും കുറിക്കുന്നതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേന ചലിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പരിസ്ഥിതിയുടെ ആഗോളതാപനം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ചൂട്, പുഴകളിൽ വെള്ളമില്ല, കിണറുകളിൽ വെള്ളം എത്തിയില്ല. ഓരോ മരങ്ങളും മുറിക്കുമ്പോൾ വെറും തലമുറകളുടെ ഓരോ ആയുസ് തമ്മയായിക്കൊണ്ടിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കാതെ പേന ചലിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന നമ്മുടെ പ്രകൃതിയുടെ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ തണൽ മരങ്ങളെ സംരക്ഷിക്കാനുള്ള കോടതി അതിനുള്ള പരിഹാരം കണ്ടെത്തണം. കോടതിയിലുള്ള അപേക്ഷയാണ്. പരിസ്ഥിതി പ്രവർത്തകരായ രതീഷ് ബാലൻ, കിഷോർ സ്വാമി മങ്കര, ജബ്ബാർ മങ്കര, KKR റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുരിശി, വിജയൻ കല്ലൂർ, സദാനന്ദൻ പേരൂർ, കല്ലൂർ കണ്ണൻ പത്രിപ്പാല, വിജയദാസ് മങ്കര എന്നിവർ സംസാരിച്ചു. വെട്ടിമാറ്റിയ മരത്തിന് പകരമായി അബ്ദുൽ കലാമിന്റെ സ്മരണ ദിനത്തിൽ മറ്റൊരു തണൽ മരം നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ഓങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CIT പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NP വിനയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളായ ദക്ഷിണാമൂർത്തി മാസ്റ്റർ നഗറിൽ വെച്ചായിരുന്നു മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CIT പട്ടാമ്പി ഏരിയ സമ്മേളനം ചേർന്നത്. രാവിലെ പതാക ഉയർത്തൽ, പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം സമ്മേളന നടപടികൾ ആരംഭിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് NP വിനയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം ബോർഡിന്റെ വരുമാനമായി മാറുകയും എല്ലാവർക്കും ഒരേ ദിവസം ശമ്പളം കൊടുക്കാൻ കഴിയുന്ന സ്ഥിതി, എല്ലാ ആനുകൂല്യങ്ങളും ഒരേ സമയത്ത് കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ വേണ്ടി കഴിയൂ. എളുപ്പമുള്ള കാര്യമില്ല. 10 കൊല്ലം നിങ്ങൾ വെച്ചേർന്നില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലേ വെച്ചേർന്ന 10 കൊല്ലം നിങ്ങൾക്ക് നടപ്പാക്കാറുന്നില്ലേ? നമുക്ക് പറയാൻ എളുപ്പ. ശിവന്റെ മുതലാളി ആരാ? സാമൂതിരിയ. കരിമ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോൾ ഏറാൾപ്പാടുമാരാ. സമ്മേളനത്തിൽ MR ജയശങ്കർ വാർഷിക റിപ്പോർട്ടും അനിൽ ആനക്കര സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. PP വിജയൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ EP ശിവശങ്കരൻ, M രവീന്ദ്രൻ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ 50% പെൻഷനായി നൽകാൻ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഗണേശഗിരി യൂണിറ്റ് സമ്മേളനം ഗണേശഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ നടന്നു.
റിട്ടയർഡ് അധ്യാപകൻ MV മധു മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ ഗണേശഗിരി യൂണിറ്റ് സമ്മേളനമാണ് ഗണേശഗിരി സെന്റ് ആന്റണീസ് LP സ്കൂളിൽ സംഘടിപ്പിച്ചത്. റിട്ടയർഡ് അധ്യാപകനായ MV മധു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പിന്നെ പുതിയ ആൾക്കാരുടെ വാക്കുകൾ കേൾക്കണം എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു മണിക്കൂറാണ് ഇപ്പോൾ. നമുക്കറിയാം, മറ്റേ കോക്രോച്ച് എന്ന് വിളിച്ച് പാട്ടുകൾ എന്ന് വിളിച്ച് കളിയാക്കിയ പുതിയ ജനത ഒരു വലിയ ഗവൺമെന്റിനെ തന്നെ മുട്ടുമടക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്ന തലത്തിലേക്ക് ആ വിപ്ലവം മാറിയ ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ആശയവിനിമയം എന്നുള്ളതും പുതിയ തലമുറയായിട്ടും പഴയ തലമുറയും തമ്മിലുള്ള ആശയവിനിമയം ശക്തമാക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് AP രാജൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. അസോസിയേഷൻ മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് C സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് PK മുത്തുകൃഷ്ണൻ, സെക്രട്ടറി CP വേണുഗോപാൽ, ട്രഷറർ KI രവീന്ദ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ കൃഷിഭവൻ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി SC വിഭാഗങ്ങൾക്കായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം SJ നജീബ് ഉദ്ഘാടനം ചെയ്തു. ഓരോ സംസ്ഥാനത്ത് ആകുന്നതിനും SC വിഭാഗങ്ങൾക്കുള്ള ഓരോരോ പരിശീലനങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം വെള്ളിജ, HR അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുതിയ പദ്ധതികൾ നമ്മൾ ഓരോ അമ്മമാർക്കും പുല്ലി വ്യവസായം പോലെയൊക്കെ തുടങ്ങാൻ അങ്ങനെ അതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമ്മൾ മഷ്റൂം കൃഷി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന്. കൃഷി ഓഫീസർ നേഹ ഉണ്ണി പദ്ധതി വിശദീകരിച്ചു. അജീസാബു മുണ്ടൂർ ക്ലാസ് എടുത്തു. കൃഷി അസിസ്റ്റന്റ് ഷീബ നന്ദി പറഞ്ഞു. രഞ്ജിമ ജോളി ചക്കജാം, വാഴക്കന്നച്ചാർ എന്നിവ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. റാവുത്തർ ഫെഡറേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. യോഗം സംസ്ഥാന ട്രഷറർ KS അലി അക്ബർ ഉദ്ഘാടനം ചെയ്തു. മതവൈരം സൃഷ്ടിച്ച് സാമൂഹ്യ സമാധാനത്തെ അന്തരീക്ഷം തകർക്കാനുള്ള നീക്കം തിരിച്ചറിയണമെന്ന് അലി അക്ബർ പറഞ്ഞു. സമുദായ ശാക്തീകരണത്തിനൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്ത് സജീവമാവാനും സംഘടന തീരുമാനിച്ചു. കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നതാണ് ഇന്നത്തെ പ്രത്യേക അജണ്ട. സംസ്ഥാന കമ്മിറ്റി താഴെ തട്ട് മുതൽ പഞ്ചായത്ത് തലം, അതേപോലെ താലൂക്ക്, എല്ലാ തലങ്ങളിലും കമ്മിറ്റി രൂപീകരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ റാവുത്തന്മാരുടെ ശക്തി കേന്ദ്രമാണ്. എന്തുകൊണ്ടോ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ എന്ന് തന്നെ പറയാം, നമുക്ക് ഈ ഫെഡറേഷനെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ചെർപ്പുളശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ ജനറൽ സെക്രട്ടറി ഹസൻ മുഹമ്മദ് ഹാജി, N ഇബ്രാഹിം, അബു താഹിർ, അബു പാലക്കാടൻ, AK സുൽത്താൻ, അബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ട്രഷറർ KS അലി അക്ബർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. AK സുൽത്താനെ രക്ഷാധികാരിയായും പ്രസിഡന്റായി M ഹസൻ മുഹമ്മദ് ഹാജിയെയും ജനറൽ സെക്രട്ടറിയായി ഇബ്രാഹിം നെടുങ്കാട്ടിലെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ ഓട്ടോ ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ INTUC ഷൊർണൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അംഗത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. DC സെക്രട്ടറി VK ശ്രീകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അംഗത്വ ഫോം ഷൊർണൂർ ടൗൺ വാർഡ് കൗൺസിലർ ആഷിഖ് ഓട്ടോ തൊഴിലാളികൾക്ക് വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൻസെന്റ് അംഗത്വ വിതരണത്തിന് തുടക്കം കുറിച്ചു. പരിപാടിയിൽ റീജിയണൽ പ്രസിഡന്റ് ശ്രീനിവാസൻ, ഓട്ടോ ആൻഡ് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ദിനേശ് ബാബു എന്നിവർ സംസാരിച്ചു. തൊഴിലാളികളെ സംഘടനയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും അംഗത്വ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനുമാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും ഒലവക്കാട് NSS കാര്യയോഗം ഹാളിൽ സംഘടിപ്പിച്ചു. യോഗം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ഉപഹാരം നൽകി MP ആദരിച്ചു. APSA സംസ്ഥാന പ്രസിഡന്റ് PK ലാളി മുഖ്യപ്രഭാഷണം നടത്തി. വീട്ടിനകത്തും പുറത്തും വിവിധ ഇനം പൂന്തോട്ടങ്ങളും പഴത്തോട്ടങ്ങളും ഒരുക്കി ആനന്ദം കണ്ടെത്തുകയാണ് പത്തിരിപ്പാലയിലെ യുവ കർഷക കുടുംബം. പത്തിരിപ്പാല കാരാക്കുളം വീട്ടിൽ
അനസ് സക്കീർ, ഭാര്യ ഷെമീന എന്നിവരാണ് 10 സെന്റ് ഭൂമിയിലും വീട്ടിനകത്തും കൗതുക ചെടികളും വീട്ടാവശ്യങ്ങൾക്കായി നിരവധി പഴങ്ങളുടെ തോട്ടവും ഒരുക്കിയിരിക്കുന്നത്. സക്കീറിന്റെ പിതാവ് മായൻകുട്ടി പത്തിരിപ്പാലയിലെ അറിയപ്പെടുന്ന കർഷകനായിരുന്നു. പൂക്കളോടും കൃഷിയോടും മണ്ണിനോടും ഇഷ്ടം മൂത്തതോടെയാണ് ഇവർ വീടും പരിസരവും മനോഹര കൃഷിത്തോട്ടവും പൂന്തോട്ടവും പഴന്തോട്ടവുമായി മാറ്റിയത്. വിദേശത്തും സ്വദേശത്തുമുള്ള വിവിധയിനം പഴച്ചെടികൾ ഇവിടെ കാണാനാകും. വിവിധതരം ഓർക്കിഡ് ചെടികൾ, പുലാസോൺ, റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, വൈറ്റ് ഞാവൽപ്പഴം, നാഗ്പൂർ ഓറഞ്ച്, മുസംബി, അഭിയു, സീതപ്പഴം, ജപ്പാൻ പേര, അമ്പഴങ്ങ, റൊളിനിയ, മാംഗോസ്റ്റിൻ, മരമുന്തിരി, ബുഷ് ഓറഞ്ച്, മിറാക്കിൾ ഫ്രൂട്ട് അങ്ങനെ നിരവധി പഴങ്ങൾ ഇവിടെ കാണാനാകും. വീട്ടിനകത്തും പുറത്തുമായി 100-ലേറെ വരുന്ന വിവിധയിനം പൂക്കൾ ഇവിടെയുണ്ട്. അംഗ്ലോഡിമ, അഡീനിയം, ആന്തോറിയം, വിവിധതരം റോസ് പൂക്കൾ, കടലാസ് പൂക്കൾ തുടങ്ങിയ 100-ലേറെ പൂച്ചെടികളും വീട്ടിനകത്തും മുറ്റത്തുമായി കാണാനാകും. പൂവിനോടും പഴവർഗ്ഗങ്ങളോടുമുള്ള വലിയ ഇഷ്ടമാണത്രേ ഇത് തുടങ്ങാൻ കാരണം. പിന്നെ എനിക്ക് ഒരു കായികമായിട്ടുള്ള ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ശരീരം വേർക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അതെല്ലാം പിന്നെ ഈ മണ്ണിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് വളരെ താല്പര്യമാണ്. നമ്മൾ നട്ട തൈകൾ അത് വളർന്നു വരുമ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് പോലെ നമുക്ക് സന്തോഷവും ആനന്ദവും എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം അടുക്കളത്തോട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഒരു താല്പര്യപ്രകാരം പിന്നെ ഹൈബ്രിഡ് തൈകൾ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് കൂട്ടാൻ തുടങ്ങി. അപ്പോൾ അതിൽ താല്പര്യം വന്നതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് ഇത്. വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന കമ്പോസ്റ്റ് വളമാണ് ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. മുന്തിരി ഉൾപ്പെടെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും ഇവിടെ നിന്ന് തന്നെ വീട്ടുപയോഗത്തിന് ലഭിക്കുന്നതിനാൽ പുറമെ നിന്ന് ഒരു പഴം പോലും വാങ്ങാറില്ല. പഴവർഗ്ഗങ്ങൾ തന്നെയാണ് ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. അതിഥികൾക്കും പഴവർഗ്ഗങ്ങൾ നൽകിയാണ് സ്വീകരിക്കാറ്. മായം കലരാത്തതായതിനാൽ ധൈര്യമായി കഴിക്കാം. ഇരുവരും ചേർന്നാണ് ഇവയെ പരിപാലിക്കാറുള്ളത്. വീടിനെയും മുറ്റത്തെയും കൃഷിത്തോട്ടമാക്കിയ ഇരുവരും നാടിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഇവിടെ റംബുട്ടാനുണ്ട്, അബിയു, മാംഗോസ്റ്റിന്, പിന്നെ വിവിധതരം മാവുകൾ, അമ്പഴം, പിന്നെ റൊളീനിയ, മുസംബി, നാഗ്പൂർ ഓറഞ്ച്, വൈറ്റ് ഞാവല് അങ്ങനെ കുറച്ചുണ്ട്. റെയിൻ ഫോറസ്റ്റ്, പീനട്ട് ബട്ടർ, മുന്തിരി ഉണ്ട്. അതിന് കുറേയൊക്കെ കായ്ച്ചു തുടങ്ങി, കുറച്ചും കൂടെ കായ്ക്കാനുണ്ട്. റംബുട്ടാൻ വെച്ചത് ഒരു 1.5 കിലോ ചെറിയ തൈയാണെങ്കിൽ പ്രാവശ്യം കിട്ടി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു. ചടങ്ങ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് കുമാർ ചൂലന്നൂർ അധ്യക്ഷത വഹിച്ചു. KC സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KR ആതിര, UDF കൺവീനർ മനോജ് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ എന്നിവർ സംസാരിച്ചു. മുൻ ബാങ്ക് പ്രസിഡന്റ് PK മോഹൻദാസ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 28 ചൊവ്വാഴ്ചയാണ് ആനയൂട്ട്. തിങ്കളാഴ്ച വൈകിട്ടും അനുബന്ധ ചടങ്ങുകൾ നടന്നിരുന്നു. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാഭഗവത്സേവ, ഗജപൂജ, അപ്പമൂടൽ, ആനയൂട്ട് എന്നിവയാണ് 28 ചൊവ്വാഴ്ച നടക്കുക. 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം രാവിലെ 5:30 മുതൽ ആരംഭിക്കും. തുടർന്ന് 8 മണിക്ക് പ്രത്യക്ഷ ഗജപൂജ, 9 ആനയൂട്ട് എന്നിവയും നടക്കും. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂരിപ്പാന്റെ മുഖ്യ കാർമ്മികത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടക്കുക. ചടങ്ങുക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം പൂർത്തിയായി. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, മഹാഭഗവത് സേവ, അപ്പമൂടൽ, അത്താഴപൂജ എന്നീ അനുബന്ധ ചടങ്ങുകളും നടന്നിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രാമീണ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സേവനദാതാവായി ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് മാറുന്നത് ഗുണകരമെന്ന് മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PN ശ്രീധരൻപിള്ള. രാജ്യത്തെ മാറ്റം ശരിയായ വിധത്തിൽ വീക്ഷിക്കാൻ കഴിയാത്തവരാണ് മോദി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതെന്നും ശ്രീധരൻപിള്ള. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. കാര്യങ്ങളെ ശരിയായ വിധത്തിൽ കണ്ട് പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന സമൂഹം ശക്തി പ്രാപിക്കേണ്ടതുണ്ടെന്ന് കഥാകൃത്ത് വൈശാഖൻ. ശരിയായ ബോധത്തിലേക്ക് മലിമസ ചിന്തകൾ എങ്ങനെ തള്ളിക്കയറുന്നുവെന്ന് ചിന്തിക്കണമെന്നും വൈശാഖൻ. ലൈബ്രറിയൻ സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്.
വായനയാണ് ലഹരി എന്ന ആശയപ്രചരണത്തിനായി സൗഹൃദം തിയേറ്റർ അവതരിപ്പിച്ച വായിച്ചു വളരുക എന്ന നാടകത്തിന് സംസ്ഥാന തലത്തിൽ അവതരണത്തിന് അവസരം. രാസലഹരിക്കെതിരെയുള്ള സർക്കാർ നടപടിക്ക് പിന്തുണ നൽകുന്ന നാടകത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ കൂടി ഭാഗമായതോടെയാണ് നാടകത്തിന് സംസ്ഥാന തലത്തിലും അവതരണ അവസരങ്ങൾ തേടിയെത്തിയത്. സംസ്ഥാന പാതയിൽ മങ്കര ചൗറ്റ്ലത്തോട് ഭാഗത്തെ പാതയോരത്തെ തണൽമരം പൂർണ്ണമായും മുറിച്ചുമാറ്റിയ നടപടികൾ പ്രതിഷേധിച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല. അപകട ഭീഷണി ഇല്ലാതിരുന്നിട്ടും പാതയോരത്ത് നിൽക്കുന്ന കൂറ്റൻ തണൽമരത്തിനാണ് അധികാരികളുടെ ഒത്താശയോടുകൂടി കോടാലി വീണതെന്നും പരിസ്ഥിതി പ്രവർത്തകർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.